നമസ്കാരം. രാഹുലിന്റെ ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രി മോഹം ഇതോടെ തിരശ്ശീല വീഴുകയാണ്. ഓരോ വർഷവും 12 മാസം ഓരോ മാസവും ഓരോ കേസുകളാണ് രാഹുൽ ഗാന്ധി വാങ്ങിച്ചു കൂട്ടുന്നത്. പണ്ടൊക്കെ മാനനഷ്ട കേസുകളാണെങ്കിൽ ഇപ്പോൾ ഇതാ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഉഗ്രൻ കേസുകളാണ് രാഹുൽ ഗാന്ധി വാങ്ങിച്ചു കൂട്ടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. ആസാമിൽ മോൻജിത് ചോഡിയ എന്നയാളുടെ പരാതിയിൽ ഗുവാഹത്തിയിലുള്ള പാൻ ബസാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ 152 വകുപ്പും 197/1 വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെടുന്നതിലുള്ള നിരാശയാണ് രാഹുലിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചത് എന്നാണ് പരാതിക്കാരൻ ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുവാഹത്തി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാജ്യദ്രോഹത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ, അതായത് മോദി സർക്കാരിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന് രാഹുലിന് പറയാൻ കഴിയുകയില്ല. കാരണം രാഹുൽ പറഞ്ഞത് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് യുദ്ധം ചെയ്യുക എന്നാണ് രാഹുൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത്. അതിന്റെ വീഡിയോകൾ സഹിതം നമ്മൾ കേട്ടതാണ്. ഒന്നും കൂടി അതിന്റെ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. Do not think that we are fighting a fair fight. There is no fairness in this. If you believe that we are fighting a political organization called the BJP, that we are fighting a political organization called the RSS, you have not understood what is going on. The BJP and the RSS have captured every single institution of our country. We are now fighting the BJP, the RSS and the Indian state itself. BJPയും RSSും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തുകൊണ്ട് ഇരിക്കുകയാണെന്നും ഇപ്പോൾ നമ്മൾ BJPയുമായും RSSുമായും ഇന്ത്യൻ രാഷ്ട്രീയവുമായും പോരാടുകയാണെന്നുമാണ് രാഹുലിന്റെ വിവാദ പരാമർശം. രാഹുൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ പരിധിയും ലംഘിക്കുന്നുവെന്നും പൊതുക്രമത്തിനും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്നുമാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ഭരണകൂടത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശത്തിലൂടെ നടത്തിയിരിക്കുന്നതുമെന്ന് BJP ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെടുന്നതിനുള്ള നിരാശയാണ് രാഹുലിനെ കൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും പരാതിയിൽ പറയുന്നു. എന്നാലും 2014, 2019 ശേഷം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പുകളൊക്കെ കോൺഗ്രസിന്റെ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരളി വിളിച്ച ഒരു ഭ്രാന്തനെ പോലെയാണ് രാഹുൽ ഗാന്ധി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇന്ത്യക്കെതിരെ പോരാടുന്ന രാഹുലിന് എന്തിനാണ് ഭരണഘടന കയ്യിലേന്തി നടക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചോദിച്ചു. സ്വന്തം നേതാവിന്റെ പ്രസ്താവനയിലൂടെ രാജ്യത്തിനെതിരെ പോരാടുന്ന കോൺഗ്രസിന്റെ വികൃത മുഖം വെളിച്ചത്തായിരിക്കുകയാണെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം രാജ്യദ്രോഹികളുമായി കൂട്ടുകൂടുന്നു, ഇപ്പൊ രാജ്യത്തിനെതിരെ തന്നെ ഒരു കലാപം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡൽഹി പോലീസിന്റെ ഒക്കെ നിർദ്ദേശത്തിൽ രാഹുലിനെതിരെ ഇപ്പോൾ ഗുവാഹത്തി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്.